അടുത്തിടെ ജനിച്ച കുഞ്ഞുങ്ങളുടെ പേരിൽ മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി NPS വാത്സല്യ എന്ന പേരിൽ ഒരു നിക്ഷേപ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. നിക്ഷേപവും വിരമിക്കൽ പദ്ധതിയും വഴി കുട്ടികളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ രക്ഷിതാക്കൾക്ക് അതുല്യമായ അവസരം നൽകുന്ന ഒരു പദ്ധതിയാണിത്. പദ്ധതിയിൽ ചേരുന്നവർക്ക് പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പ്രാൺ കാർഡ് അനുവദിക്കും. NPSലേതുപോലെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കായിരിക്കും പദ്ധതിയുടെ മേൽനോട്ടം. പദ്ധതിയിൽ ചേരുന്നവർക്ക് പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പ്രാൺ കാർഡ് അനുവദിക്കും. NPSലേതുപോലെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കായിരിക്കും പദ്ധതിയുടെ മേൽനോട്ടം. NPS വാത്സല്യ പെൻഷൻ അക്കൗണ്ടിൽ ചിട്ടയായി നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവിക്കായി നേരത്തെ കരുതി വയ്ക്കാനും ദീർഘകാലയളവിൽ കോമ്പൗണ്ടിങ്ങിൻ്റെ നേട്ടം സ്വന്തമാക്കുന്നതിനും തുടക്കമിടാൻ രക്ഷകർത്താക്കളെ അനുവദിക്കുന്ന പദ്ധതിയാണിത്. ചുരുങ്ങിയ വാർഷിക നിക്ഷേപം 1000 രൂപയാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വരുമാനക്കാർക്കും പദ്ധതിയിൽ ചേർന്ന് കുട്ടികൾക്കായി വിഹിതമടയ്ക്കാം. 18 വയസ്സ് തികയുമ്പോൾ NPSലെ Tier 1 പദ്ധതിയിലേക്ക് താനേ മാറും. അതിനുശേഷം സാധാരണ NPS അക്കൗണ്ട് ആകും. എന്തൊക്കെയാണ് NPS വാത്സല്യ പദ്ധതിയുടെ സവിശേഷതകൾ എന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിക്കാണ് പദ്ധതി നടത്തിപ്പ് ചുമതല. PFRDAയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫണ്ട് മാനേജർമാരായിരിക്കും നിക്ഷേപം കൈകാര്യം ചെയ്യുക. 18 വയസ്സ് പൂർത്തിയാകാത്തവരെയെല്ലാം NPS വാത്സല്യയിൽ ചേർക്കാം. കുട്ടികൾക്ക് വേണ്ടി രക്ഷകർത്താക്കളാണ് അക്കൗണ്ട് എടുക്കേണ്ടത്. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, മറ്റ് സേവനദാതാക്കൾ എന്നിവർ വഴിയും NPS വാത്സല്യ അക്കൗണ്ട് തുടങ്ങാൻ കഴിയും. ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക്, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങി നിരവധി ബാങ്കുകളിൽ NPS വാത്സല്യ അക്കൗണ്ട് തുറക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയും എളുപ്പത്തിൽ NPS വാത്സല്യ അക്കൗണ്ട് തുറക്കാം. NPS വാത്സല്യ സ്കീം ഓൺലൈനിൽ എങ്ങനെ തുറക്കാം എന്ന് നോക്കാം. ഇതിനായി ഔദ്യോഗിക NPS സൈറ്റിലേക്ക് പോകുക. NPS വാത്സല്യക്കായി രജിസ്റ്റർ ചെയ്യുക. ഇതിനായി താഴേക്ക് സ്ക്രോൾ ചെയ്ത് NPS വാത്സല്യ മൈനേഴ്സ് വിഭാഗത്തിന് കീഴിലുള്ള ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഗാർഡിയൻ വിശദാംശങ്ങൾ നൽകുക. രക്ഷിതാവിൻ്റെ ജനനത്തീയതി, പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ നൽകുക. തുടർന്ന് രജിസ്ട്രേഷൻ ആരംഭിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. രക്ഷിതാവിൻ്റെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും അയച്ച OTP ഇൻപുട്ട് ചെയ്യുക. OTP പരിശോധിച്ചുറപ്പിച്ചതിന് ശേഷം സ്ക്രീനിൽ ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ ദൃശ്യമാകും. ഇതിൽ തുടരുക ക്ലിക്ക് ചെയ്യുക. പ്രായപൂർത്തിയാകാത്തവർക്കും രക്ഷിതാവിനും ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക. തുടർന്ന് സ്ഥിരീകരിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്രാരംഭ നിക്ഷേപം നടത്തുക. കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം പ്രതിവർഷം 1000 രൂപയാണ്. പ്രാൺ ജനറേറ്റ് ചെയ്യപ്പെടും. പ്രായപൂർത്തിയാകാത്തയാളുടെ പേരിൽ NPS വാത്സല്യ അക്കൗണ്ട് തുറക്കുന്നതായിരിക്കും. NPS വാത്സല്യ അക്കൗണ്ട് തുറക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്ഷകർത്താവിൻ്റെ KYC രേഖകളാണ് നൽകേണ്ടത്. ഐഡന്റിറ്റി, വിലാസം എന്നിവ തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകൾ, കുട്ടിയുടെ ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, രക്ഷകർത്താവ് NRI ആണെങ്കിൽ NRE അല്ലെങ്കിൽ NRO അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ആവശ്യമാണ്. നിക്ഷേപം എപ്പോൾ പിൻവലിക്കാം? 18 വയസ്സാകുമ്പോൾ നിക്ഷേപം 2.5 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ 20% ഒറ്റത്തവണയായി പിൻവലിക്കാൻ അനുവദിക്കും. 2.5 ലക്ഷം രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ തുക മുഴുവൻ തിരികെ എടുക്കാം. അക്കൗണ്ട് ഉടമ മരിക്കുകയാണെങ്കിൽ രക്ഷകർത്താവിന് നിക്ഷേപം തിരികെ നൽകും. വിദ്യാഭ്യാസം, പ്രത്യേക അസുഖങ്ങൾക്കുള്ള ചികിത്സ എന്നിവയ്ക്കാണ് ഇടയ്ക്ക് വെച്ച് നിക്ഷേപം പിൻവലിക്കാൻ അനുവദിക്കുക. 3 വർഷമെങ്കിലും നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് അനുവദിക്കുക. പരമാവധി 3 തവണയായി മൊത്തം നിക്ഷേപത്തിൻ്റെ 25% മാത്രമേ പിൻവലിക്കാൻ കഴിയൂ.